ഈശോ തന്റെ മരണത്തിന് മുൻപ് ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിച്ചു. എന്നത്തെയും പോലെ ആയിരുന്നില്ല ഈശോയ്ക്ക് ആ രാത്രി. ഉള്ളിലൊതുക്കിയ സങ്കടക്കടലിന്റെ ആഴം ആ രാവിൽ അവന്റെ ഉള്ളിൽ തളം കെട്ടി നിന്നു. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും പകുത്തു നൽകുമ്പോൾ എല്ലാം അറിഞ്ഞിരുന്ന അവൻ വ്യക്തമായി കണ്ടു, നാളെ എൻ്റെ ശരീരം ചിന്നി ചിതറിക്കപ്പെടും. എൻ്റെ രക്തം കാൽവരിയുടെ വഴിയോരങ്ങളിൽ നിറയും. എല്ലാം അറിഞ്ഞ് സ്നേഹിച്ച പ്രിയ ശിഷ്യൻ ഈ രാത്രിയിൽ ഇതാ എന്നെ ഒറ്റിക്കൊടുത്ത് ഒരു കയറിന്റെ തുമ്പത്ത് ജീവൻ ഒടുക്കാൻ പോകുന്നു. എല്ലാറ്റിലും പ്രഥമ സ്ഥാനം നൽകി കൂടെ കൊണ്ടു നടന്നവൻ അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ തള്ളിപ്പറയും. എല്ലാവരും എന്നെ വിട്ട് ഓടി ഒളിക്കും. കാൽവരിയിൽ ഒരു പാപിയെ പോലെ നീചമായ മരണത്തിന് ലോകം എന്നെ വിധിക്കും. ദൈവമായിരുന്നിട്ടും ഉള്ളിലൊതുക്കിയ ഒരു മനുഷ്യരൂപമുണ്ടായിരുന്നു അവന്. എന്നിട്ടും മറുത്തൊരു വാക്കു ചോദിച്ചില്ല, പിതാവേ, എന്തിനായിരുന്നു ഇത് എന്ന്. കാരണം ബലിവേദിയിൽ മുറിയപ്പെടുന്ന അപ്പമാകാൻ അവൻ ആഗ്രഹിച്ചു. ഉള്ളിൽ സങ്കടക്കടലിന്റെ ആഴം അവനെ മുറിപ്പെടുത്തുമ്പോഴും താൻ സൃഷ്ടിച്ച് സ്വന്തമാക്കിയ മനുഷ്യന്റെ മുഖം മാത്രം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. കുരിശിൽ മരണവേദനയോടെ പിടയാനും കാരിനുബിന്റെ കായബലമുള്ള പടയാളിക്ക് മുമ്പിൽ സ്വന്തം ശരീരത്തെ വ്രണപ്പെടുത്താനും രാജാവിന്റെ കിരീടത്തിന് പകരം മുൾക്കിരീടം കൊണ്ട് സ്വയം മുറിയാനും അവൻ മടിച്ചു നിന്നില്ല. കാരണം അവന് അപ്പമാകണമായിരുന്നു. സക്രാരിയിൽ മറയപ്പെട്ട തിരുവോസ്തിയാകാൻ അവൻ സ്വന്തം ശരീരത്തിൽ സഹിച്ചതിനുമപ്പുറം അപരന് വേണ്ടി സ്വയം മുറിയപ്പെടാൻ ആർക്ക് കഴിയും? നീ ബലിയർപ്പിക്കുന്ന ഓരോ ബലിപീഠത്തിലും അവൻ കാൽവരിയിൽ നിനക്ക് വേണ്ടി അർപ്പിച്ച അതേ ബലി ഇന്നും അർപ്പിക്കുന്നുണ്ട്. കാൽവരിയിൽ തളം കെട്ടിനിന്ന രക്തത്തുള്ളികൾ ബലിപീഠത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്നുണ്ട്. അതിൽ സ്നേഹത്തിന്റെ ചൂടും സഹനത്തിന്റെ കയ്പുനീരുമുണ്ട്. അവിടെ ഉൾത്തടങ്ങളിൽ തങ്ങി നിൽക്കുന്ന കാൽവരിയുടെ നൊമ്പരത്തോടെ ബലിയർപ്പിക്കുന്നവരാകാം നമുക്ക്.